വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡേറ്റ ചോർച്ച കേസിൽ സർക്കാരിന് ആശ്വാസം. ജീവനക്കാരുടെ സ്പാർക്കിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സന്ദേശം അയച്ചതിൽ സ്വകാര്യത ലംഘനമില്ലെന്ന് ഹൈക്കോടതി. ജീവനക്കാരുടെ സ്വകാര്യത ലംഘിച്ചെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സന്ദേശം നിയമവിരുദ്ധമല്ലെന്നും ഭരണത്തിന്റെ ഭാഗമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, ഡേറ്റ ചോർച്ച വലിയൊരു വിവാദമായൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കേസിലാണ് സർക്കാരിന് ആശ്വാസമായൊരു വിധി വന്നിരിക്കുന്നത്. സ്പാർക്കിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സന്ദേശം അയച്ചത് സ്വകാര്യത ലംഘനമല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിവാദമായിട്ടുള്ള ഒരു കേസായിരുന്നു ഡാറ്റ ചോർച്ച വിവാദം. അതിലാണ് ഇപ്പോൾ സർക്കാരിന് ആശ്വാസമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സന്ദേശം അയച്ചതിൽ സ്വകാര്യത ലംഘനമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധമില്ല, സന്ദേശം അയച്ചത് നല്ല ഭരണത്തിന്റെ ഭാഗമായല്ലേ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഹർജികളെല്ലാം ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. സർക്കാർ ഡാറ്റ ചോർത്തിയില്ലെന്നും സന്ദേശം അയച്ചത് സദ്ഭരണത്തിന്റെ ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ലെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് ഇനിയും സന്ദേശം അയക്കാമെന്നും അത് രാഷ്ട്രീയമല്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാരിന് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയതിൽ സ്വകാര്യത ലംഘനം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് സന്ദേശം അയക്കാമെന്നും ഒരു സംസ്ഥാനം ഭരിക്കുന്ന തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നല്ല ഭരണത്തിന്റെ ഭാഗമാണ് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് ഈ ഒരു വിധി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ക്ഷാമബത്ത അടക്കം നൽകിയത് ചൂണ്ടിക്കാട്ടി മെസ്സേജുകൾ അയക്കുന്നുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്ന് പറയുന്നത്. ആ വാദം അപ്പാടെ തള്ളിക്കളയുകയാണ് ഇപ്പോൾ കോടതി ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളടക്കം കോടതിയിൽ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അന്ന് പ്രധാനമായും സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങൾ സന്ദേശം അയച്ചത് ഏതും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്നും തെരഞ്ഞെടുപ്പ് സന്ദേശങ്ങളൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുമാണ് അന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ജീവനക്കാർക്ക് അന്ന് അയച്ചത് ഭരണ നിർവഹണത്തിന്റെ ഭാഗമായ സന്ദേശങ്ങൾ മാത്രമാണെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതപ്പാടെ ഇപ്പോൾ കോടതി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഡാറ്റ ചോർച്ച വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമാകുന്ന ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഡേറ്റ ചോർച്ച കേസിലാണ് ഇപ്പോൾ സർക്കാരിന് ആശ്വാസമായി വിധി വന്നിരിക്കുന്നത്. ജീവനക്കാരുടെ സ്പാർക്കിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സന്ദേശം അയച്ചതിൽ സ്വകാര്യത ലംഘനമല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജീവനക്കാരുടെ സ്വകാര്യത ലംഘിച്ചെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സന്ദേശം നിയമവിരുദ്ധമല്ല എന്നും സദ്ഭരണത്തിന്റെ ഭാഗമാണെന്നുമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്. തൃശൂർ മാളയിൽ ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മാള നീതക്കുടി സ്വദേശി ബാലനാണ് മർദ്ദനമേറ്റത്. മദ്യപിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി ടാക്സി കാറിൽ ചാരി നിൽക്കുകയായിരുന്നു. തുടർന്ന് കാർ എടുത്തു പോകാൻ ശ്രമിക്കവേ ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബാലനെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തടിക്കുകയും തുടർന്ന് മുഖം റോഡിൽ പിടിച്ച് പലതവണ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തു. ടാക്സി ഡ്രൈവറെ ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തൃശൂർ മാളയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാള നെയ്തക്കുടി സ്വദേശി ബാലനാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത്. മദ്യപിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി ടാക്സി കാറിൽ ചാരി നിൽക്കുകയായിരുന്നു. തുടർന്ന് കാർ എടുത്ത് പോകാൻ ശ്രമിക്കവേ ഡ്രൈവറുമായി ഒരു വാക്കുതർക്കമുണ്ടായി.
ഈ വാക്കുതർക്കത്തെ തുടർന്നാണ് മർദ്ദനമുണ്ടായത്. എന്തായാലും മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നാണ് നമുക്കിപ്പോൾ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ബാലനെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തടിക്കുകയും തുടർന്ന് മുഖം റോഡിൽ പിടിച്ച് പലതവണ ഇടിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട്.